ഇന്നത്തെ വീഡിയോയിൽ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പനീർ പുലാവ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പനീർ പുലാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്ക്കകത്ത്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 150 ഗ്രാംസ് പനീറാണ്, 1 കപ്പ് നിറച്ച്. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുകയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്യൂബ് ചെയ്താണ് പനീർ എടുത്തേക്കുന്നത്. ഇതിലും വളരെ ചെറുതാക്കി വേണമെങ്കിലും പുലാവിനെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ചൂടായ നെയ്യിലേക്ക് പനീർ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഹോം മെയ്ഡ് പനീറാണ്. പനീർ ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. പനീറെല്ലാം ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ നമുക്ക് സൈഡ്സ് എല്ലാം ക്രിസ്പ് ആയിരിക്കും, അകം സോഫ്റ്റ് ആയിട്ടായിരിക്കും. ആ ഒരു പരുവത്തിൽ മാറ്റാം. ഈ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ഹീറ്റ് ചെയ്യാം. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറോളം കുതിരാനായിട്ട് വെക്കുക. ഇവിടെ നെയ്യ് ചൂടായി. അപ്പോൾ തീ കുറച്ച് വെച്ച ശേഷം ഇതിനകത്തേക്ക് സ്പൈസസ് എല്ലാം ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം, കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, അതേപോലെ 2 ഏലക്ക. ഇതിലേക്ക് 1 സവാള ചോപ്പ് ചെയ്തത് കൂടെ ആഡ് ചെയ്യാം. വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. ചെറിയ പച്ചമുളക്, ഇത് എരിവുള്ള മുളകാണ്, ചെറുതറിഞ്ഞെടുത്തു. 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ചതച്ചെടുത്തു. അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഇട്ട ശേഷം 2 മിനിറ്റോളം വഴറ്റി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ്, അതോടൊപ്പം 1/4 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർക്കാം. ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഈ വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന ബസ്മതി റൈസ് 1 കപ്പാണ്, അതുകൂടെ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ഹൈയിലായിട്ടേക്കുന്നത് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുക. ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് വഴറ്റുമ്പോൾ ഒരുപാട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉടനെ തന്നെ റൈസ് ചേർക്കും. പരിയിട്ട ശേഷം ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റി. പിന്നെ അരി പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാം. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ വെള്ളം ചേർക്കാം. അപ്പോൾ ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളം ചേർത്താൽ നല്ലത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ചേർക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പനീറിൻ്റെ പകുതി ഇതിനകത്തേക്ക് ചേർക്കാം. ലിഡ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ വെള്ളം മൊത്തം പറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം എല്ലാം ഡ്രൈ ആയി.
റൈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കുറച്ചൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ അടച്ചു വെക്കാം. ഓഫ് ചെയ്തിട്ടേക്കാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ പുലാവ് റെഡിയാണ്. നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പനീർ ക്യൂബ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ഗാർണിഷ് ആയിട്ട് വെക്കാം. കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ 1 കപ്പ് റോ കുക്ക് റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 കപ്പ് കുക്ക് റൈസാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. ടിഫിൻ ബോക്സിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.